ഹലോ ബഡീസ് വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഞാനിങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കുറേ റെസിൻ ആർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ യൂട്യൂബ് ആൾക്കാരൊക്കെ ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എന്തിനാ ചെയ്യാൻ ഒരു വാട്ടി ട്രൈ ചെയ്യാൻ പാടില്ലാന്ന്. സോ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് കുറേ റെസിൻ ആർട്ടൊക്കെ വാങ്ങിച്ച് ഞാനിപ്പോൾ ഇവിടെ ക്ലോസെല്ലാം ഇട്ടിട്ട് റെഡി ആവുന്നുണ്ട്. സോ ഐ ആം വെരി ക്യൂറിയസ് എന്താണ് ഇത്, എങ്ങനെയാണ് ചെയ്യുന്നത്. സോ എനിക്ക് ആർട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. സോ അങ്ങനെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ട് ഞാനിപ്പോൾ റെസിനും പിന്നെ ഹാർഡനൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 3-4 കീ ബഞ്ചൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു റെസിനിൻ്റെ എപ്പോക്സി എടുത്തിട്ട് 3:1 റേഷ്യോൻ്റെ ഒരു മെഷർമെൻറ്റിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ ഫ്രണ്ട്സ്, ഈ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടാണ്. നമ്മളൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും, പക്ഷേ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ ഭയങ്കര പാടായിപ്പോയി. ഓക്കെ, ഇത് നല്ല ഒരു സാറ്റിസ്ഫൈയിങ് ആയ ഒരു ASMR റെസിൻ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് ഒരു 3 കീ ബഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏത് കളറാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പിങ്ക് കളർ എടുത്ത് നന്നായി മിക്സ് ചെയ്തു. അതൊക്കെ കുറച്ച് നേരം വേണമല്ലോ മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ്സ് കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വൈറ്റ് എടുത്തു. അപ്പോൾ വൈറ്റും പിന്നെ പിങ്കും മിക്സോട് കൂടി ഒരു സൈഡിൽ പിങ്കും പിന്നെ വൈറ്റ് ഇട്ട് കുറച്ചും കൂടി ബീഡ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ്, എൻ്റെ ഓൺ ഐഡിയാസ് ഒന്നുമല്ല. പക്ഷേ ഞാൻ ഇന്ന് മുതൽ ഇത് ചെയ്തത് തൊട്ട് എനിക്കൊരു കുറേ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റെസിൻ ആർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടി കുറേ എൻ്റെ ഐഡിയാസൊക്കെ ചേർത്ത് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബ്ലെസ്സിങ്സും വേണം. അതേപോലെ ഞാൻ കുറേ ഈ ബർത്ത്ഡേ പിന്നെ സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. നല്ലൊരു സാറ്റിസ്ഫൈയിങ് ആയ ഒരു റെസിൻ ആർട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് പിങ്ക് കളർ മിക്സ് ചെയ്തിട്ട് വൈറ്റിൽ കുറച്ച് ബീഡ്സൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഡ്രൈഡ് ഫ്ലവറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. എന്തെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈമല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഏത് കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഞാനും ഇത് കുറേ ഇൻട്രസ്റ്റോടു കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നെ. അതേപോലെ ഇപ്പോൾ ഇൻ യുവർ ലെറ്റർ ലെറ്ററിൽ ഞാൻ കുറച്ച് ഗ്ലിറ്റർ മിക്സാക്കി, ഗ്ലിറ്ററോട് കൂടി വൈറ്റ് കളറും ചേർത്തിട്ട് ഇതിൻ്റെ ഒരു റെസിൻ ആർട്ട് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ കാണാൻ നന്നായ ഒരു ഭംഗിയുണ്ടായിരുന്നു, ചെയ്യുമ്പോഴും നന്നായിട്ടൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, വേസ്റ്റ് അല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇല്ല, ഇത് വേസ്റ്റൊന്നുമല്ല, ഒരു ഹാബിറ്റായോ അല്ലെങ്കിലോ ഒരു എന്തോ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ 2 ലെറ്റർ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ലെറ്ററാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിലും അതേപോലെ തന്നെ പിങ്കും പിന്നെ വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ 2 ലെറ്റർ കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ലെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ബീഡ്സും ഗ്ലിറ്ററും ഒന്നും ഇടാതെ പ്ലെയിനായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് ചെയ്തിട്ട് ഡ്രൈ ആവാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആവാൻ 24 ഹവേഴ്സൊക്കെ വേണ്ടേ. അപ്പം ഞാനിങ്ങനെ 24 ഹവേഴ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മളെ കീ ബഞ്ചിൻ്റെ റിസൾട്ടാണ്. കുറേ ഭംഗിയായിട്ടുണ്ടല്ലേ. താങ്ക് യു.